വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മൾ പുറത്തു പോയാലും വാങ്ങി കഴിക്കുന്ന രസമലായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിവിടെ 20 പാക്കറ്റ് പാലിൻ്റെ രസമലായാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് മിൽമൻ്റെ തന്നെ പാലാണ്, പാക്കറ്റ് പാൽ തന്നെയാണ് എടുത്തത്. മിൽമൻ്റെ കൗ മിൽക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കൂടുതൽ പാലുള്ളത് കൊണ്ട് ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ബോയിൽ ചെയ്യാൻ വെച്ചത്. അപ്പം ബോയിലായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തിളച്ച് വരുമ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പാല് പിരിഞ്ഞ് വരും. ഇനിയിപ്പോൾ പിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പിരിയുന്നതിന് നോക്കി അതിനനുസരിച്ചിട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ലൈം ജ്യൂസ് ചേർക്കുന്നതിലും കുറച്ചും കൂടി നല്ലത് വിനാഗിരി ചേർക്കുന്നതാണ്. കാരണം ലൈം ജ്യൂസിൻ്റെ കുരുവും ചിലപ്പോൾ അതിൻ്റെ അല്ലിയും ഇതിൽ അങ്ങനെ ചിലപ്പോൾ അതിൽ പെട്ടുപോകും. അപ്പോൾ നമുക്ക് വിനാഗിരി ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. വിനാഗിരി ചേർക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇപ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞ് വന്ന് ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് മാറ്റി കൊടുക്കുക, നല്ല ക്ലീൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടിയിലൊരു അരിപ്പ വെച്ചിട്ട് വേണം നമ്മൾ ക്ലോത്ത് മേലയിൽ വെച്ച് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു നമ്മളെടുത്തിട്ടുള്ള ക്ലോത്ത് വെള്ളത്തിലേക്ക് വീഴാണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ ആ വെള്ളത്തിൽ തന്നെ മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരിപ്പ വെച്ചാൽ നല്ല സേഫായിട്ട് അവിടെ നിന്നോളും. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ആ വിനാഗിരിൻ്റെ പുളിപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ കഴുകിയെടുക്കാം. അതിനുശേഷം വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയാം. എന്നിട്ടൊന്ന് വേണമെങ്കിൽ കെട്ടിയിട്ടാൽ അതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതും പോവും. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞാലും പോവും. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടാൻ ലാസ്റ്റ് ഇങ്ങനെ പൊടിയായിട്ടുള്ളൊരു പാകത്തിനാണ് നമുക്ക് ഈ പനീർ ഉണ്ടാവാൻ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് ഉരച്ച് കൊടുക്കണം. ഈ പൊടിയായിട്ടുള്ള ഈ ഒരു പനീർ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല വെണ്ണ പോലെ തന്നെ നമുക്കിത് ഇതുപോലെ ഉരച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു കിച്ചൺ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു രസമലായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രസഗുള ഉണ്ടാക്കിയിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ രസമലായിക്ക് വേണ്ടിയിട്ടുള്ള പാലും ക്രീമെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാരൻ്റെ ലായനി റെഡിയാക്കണം. ആദ്യം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 8 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരളവിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അധികം തിക്കൊന്നും ആവണ്ട, ഈ ഒരു പാകത്തിന് പഞ്ചസാരയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബോൾസിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്നും കൂടി മാറ്റി വെക്കാം. ഈക്വൽ പോർഷൻ ആക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് തന്നെ ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ബോളാക്കിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നല്ല സൈഡൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ സൈഡ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ നല്ല പൊട്ടിപ്പോകാത്ത സൈഡൊന്നും ക്രാക്കൊന്നും ഇല്ലാത്ത നല്ല രസഗുളൻ്റെ ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ വെച്ച ചെമ്പിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് വായു വട്ടയുള്ള പാത്രമാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ 2 പ്രാവശ്യം ആക്കിയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒന്നിച്ചിട്ട് ഇട്ടിട്ടില്ല, എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇട്ടിട്ട് പൊട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് 2 പ്രാവശ്യം ആക്കിയിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിൽ നമ്മൾ ഇപ്പോൾ ഇതൊന്ന് പൊന്തിയിട്ടാണ് കിടക്കാൻ. അപ്പോൾ അതൊന്ന് താഴെ പോയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ്. മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിൽ ആ ബോൾസ് എല്ലാം നമുക്ക്
അടിയിൽ പോയിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളിൽ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് കയറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്യുന്ന ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു ലായനി കുറച്ച് ഇതിൽ ഒഴിച്ചിട്ട് ബാക്കി പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കായിട്ടുള്ള ഈ ഒരു ബോൾസ് നമുക്ക് ആ ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം അടിയിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ അതിലവിടെ ലെവലായിട്ട് കിട്ടും. ഇതുപോലെ ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചാൽ നമ്മൾ പനീർ ഓവർ കുക്ക് ആവാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പനീർ ആദ്യം റെഡിയാക്കി എടുക്കുമ്പോൾ കൂടുതൽ ആ ചൂടുള്ള വെള്ളത്തിൽ വെച്ചിരിക്കാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കോട്ടൺ ക്ലോത്തിലേക്ക് അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കണം. ആ ഒരു ചൂടിൽ തന്നെ കിടന്നാൽ പിന്നെ അത് ഭയങ്കര ഹാർഡായി പോവും. പിന്നെ നമുക്കത് സോഫ്റ്റാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മലായി റബഡി എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബദാം ക്രഷ് ചെയ്യണം, അതുപോലെ പിസ്തയും വേണം. അപ്പോൾ രണ്ടും കൂടി മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി രസമലായിക്ക് വേണ്ടിയിട്ടുള്ള റബഡി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാല് നല്ല തിക്കാക്കി എടുക്കണം. ഞാനിവിടെ 3 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 6 പാക്കറ്റ് പാല്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് ഒരു മുക്കാലായിട്ട് വറ്റി വരണം. അപ്പോൾ അത്രയും പാകത്തിന് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ കലക്കിയിട്ട് അത് ചേർക്കണം. അപ്പം കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് വരണം നമ്മൾ ഈ രസമലായിക്ക്. പിന്നെ അപ്പോൾ അതിനത്ര കളർ കിട്ടില്ല. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബദാമിൻ്റെ മിക്സും കൂടി ചേർക്കുന്നുണ്ട്, ബദാം എക്സെൻസ്. അപ്പോൾ അതാകുമ്പോൾ ബദാമിൻ്റെ ടേസ്റ്റും വരും, അതുപോലെ തന്നെ യെല്ലോ കളറും കിട്ടും. പക്ഷെ കൂടുതലായാൽ ഒരു വല്ലാത്തൊരു കുത്തായിരിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് 2-3 ഡ്രോപ്പ് യെല്ലോ കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് പാലിലേക്ക് ഒഴിക്കുന്നത്. പാൽ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ബദാം മിക്സും കുങ്കുമപ്പൂവും കളറും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കളറെല്ലാം നോക്കിയിട്ട് കറക്റ്റാണോ നോക്കിയിട്ട് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബദാം മിക്സ് ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബദാമും അതുപോലെ തന്നെ പിസ്തയും കൂടിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. പഞ്ചസാര 3 കപ്പ് പഞ്ചസാര നേരത്തെ ചേർത്തിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ 3 ലിറ്റർ പാലിന് 3 കപ്പ് പഞ്ചസാരയും 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. പിന്നെ മധുരമെല്ലാം നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ റബഡി റെഡിയായി ഫ്ലെയിമിൽ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള പനീർ ബോള്, രസമലായിൻ്റെ ഈ ഒരു മലായി നമുക്ക് ഐസ് വാട്ടറിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് ഇതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൽ അബ്സോർവ് ചെയ്തിട്ടുള്ള വാട്ടറെല്ലാം പോയിട്ട് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ രസമലായി ഇത് കിട്ടും. നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ഓവൽ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലെല്ലാം സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റബഡി ഇതിൻ്റെ മേലയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റബഡി ഇതിൻ്റെ മേലയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റബഡി റെഡിയാക്കുമ്പോൾ ഒരുപാട് തിക്കായി പോകരുത്, കാരണം കൂടുതൽ കട്ടിയായാൽ ഇത് അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ട്രേയിലും ഇതുപോലെ മേലയിലിട്ട് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. എന്തായാലും ഒരു ഓവർനൈറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്താലാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരും. ആ പനീർ നമ്മൾ ഈ റബഡിൻ്റെ മധുരവും പാലിൻ്റെ ഇതും എല്ലാം അതിലേക്ക് അബ്സോർവ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.